ശരി സിജോ, എന്തായാലും ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നിന്നിപ്പോൾ മൃതദേഹം അധികം വൈകാതെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ആംബുലൻസ് ഇപ്പോൾ വീടിന് സമീപത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 9 മണിക്ക് അവിടെ ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ, ഇനി അധികം ലേറ്റ് ആയിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളെയെല്ലാം അത് ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. സേഫ് ഉണ്ട് അവിടെ നിന്ന്. സേഫ്, ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയോ? ആംബുലൻസ് മാർഗം അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ. വേലിക്കകത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദർബാർ ഹാളിലേക്ക് പോവുകയാണ്. ദർബാർ ഹാളിലേക്ക് പോവുകയാണ്. അവസാനമായി വി എസ് അച്യുതാനന്ദൻ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ ദർബാർ ഹാളിലേക്കാണ് വി എസിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. ആ മുദ്രാവാക്യം ഇന്നലെ ഉച്ച മുതൽ നമ്മൾ കേൾക്കുന്ന, വൈകുന്നേരം മുതൽ നമ്മൾ കേൾക്കുന്ന ആ മുദ്രാവാക്യം ഇപ്പോഴും കേൾക്കാം. കണ്ണേ വി എസ് എ, നെഞ്ചിനകത്ത് റോസാപ്പൂവേ എന്നുള്ള മുദ്രാവാക്യം. ആ മുദ്രാവാക്യം നെഞ്ചുപൊട്ടി വിളിക്കുന്ന കുറെ മനുഷ്യന്മാരെ കാണാൻ കഴിയുന്നു. അവർ വി എസിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് പുറകെ നടന്ന് സെക്രട്ടറി MA ബേബി ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നുപോയി. മുഖ്യമന്ത്രിമാർ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇറക്കി പശ്ചാത്തലത്തിൽ അധികം ദൂരം ഇല്ല. ഇവിടുന്ന് സെക്രട്ടറിയുടെ ദർബാർ ഹാളിലേക്ക് അധികം ദൂരം ഇല്ല, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ റോഡിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ 5 മിനിറ്റ് സമയത്തിൽ കൂടുതൽ എന്തായാലും അവിടെ എത്താൻ വേണ്ടി എടുക്കില്ല. 5 അല്ലെങ്കിൽ 10 മിനിറ്റ്, അതിനപ്പുറം എന്തായാലും എടുക്കില്ല. അല്പസമയത്തിനകം തന്നെ ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പോ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. ചെറുതായിട്ട് ഇപ്പോൾ മാറി നിൽക്കുന്നതിന് എന്തായാലും അല്പസമയത്തിനകം വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് എത്തിക്കും. PMG ജംഗ്ഷൻ കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദൻ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം ഇപ്പോൾ അവസാനമായിട്ട് PMG ജംഗ്ഷൻ നടന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. 9 മണിക്കോട് എത്തിക്കാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലത്തെ അത്രയും ജനത്തിരക്കിലാണ് വലിയ ജനത്തിരക്ക് വീട്ടിൽ അനുഭവപ്പെട്ടിട്ടില്ല. 2 മണി വരെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. 2 മണിയോടുകൂടി അവിടെ നിന്ന് മൃതദേഹം എടുത്ത് വൈകുന്നേരത്തോടുകൂടി, രാത്രിയോടുകൂടി ആലപ്പുഴയിൽ വീട്ടിലെത്തിക്കാം. വേലിക്കകത്ത് വീട്ടിലെത്തിക്കാൻ നാളെ വൈകിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും PMG ജംഗ്ഷനിൽ വരെ എത്തിയപ്പോൾ മൃതദേഹം മുദ്രാവാക്യം വിളിച്ച് PS മൃതദേഹം കൊണ്ടുവരുന്ന ആംബുലൻസിന് പുറകിലായിട്ട് പാർട്ടിയുടെ ശരി, ഞാൻ സേഫിലേക്ക് വരാം. എന്തായാലും വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VSന്റെ മൃതദേഹം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. 8:45 തന്നെ അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കി. 9 മണി മുതലാണ് ദർബാർ ഹാളിലെ പൊതുദർശനം. VSനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ട്. ഇന്നലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ തന്നെ ആയിരങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തെ കാണാനെത്തിയത്. അതിൽ കുറേയേറെ പേർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 11:30 അത് ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ 11:30 അവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ കാണാൻ കഴിയാത്തതെല്ലാം തന്നെ ഇന്നിപ്പോൾ ദർബാർ ഹാളിലേക്കായിരിക്കും എത്തുക. ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തകർ പുറകെ പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കണ്ണേക്കറിലെ VSA ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നവർ ചങ്കുപൊട്ടി കണ്ഠമിടറി തന്നെ പറയുകയാണ്. പകരം വയ്ക്കാനില്ലാത്ത പോരാട്ടവും അതുപോലെ തന്നെ അനുരഞ്ജനമില്ലാത്ത നിലപാടുകളും കൊണ്ട് കേരളമാകെ നെഞ്ചേറ്റിയ ജനകീയ നേതാവാണ് VS അച്യുതാനന്ദൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നോക്ക് കാണാൻ സെക്രട്ടറിയേറ്റ് ദർബാർ ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പടനായകനായിരുന്ന സഖാവ് VS അന്തരിച്ചു. പ്രിയ സഖാവിന്റെ ഭൗതിക ശരീരം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് ഇതാ പ്രിയ സഖാക്കളുടെ കണ്ണുനീരിൽ കുതിർന്ന ആദരാഞ്ജലിയിലേക്കുമായി കൊണ്ടുവരികയാണ്. എന്റെ യൂണിറ്റിന്റെ അടുത്ത് കൂടെ
സേഫ് ഉണ്ട്. സേഫ്, ഇപ്പോൾ മൃതദേഹം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് ഈ ഒരു നിമിഷം ഒന്ന് പരിശോധിച്ചാൽ വല്ലാത്തൊരു ജീവിതം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഞാൻ എവിടെ ഒരു ലേഖനത്തിലോ മറ്റോ ആണ് വായിച്ചതെന്ന് തോന്നുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ വി എസിനോട് ചോദിക്കുന്നുണ്ട്, വി എസ് എങ്ങനെയാണ് നിരീശ്വരവാദിയായത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വി എസ് പറയുന്ന ഒരു കഥയുണ്ട്. 4-ാം വയസ്സിലാണ് അമ്മയെ നഷ്ടപ്പെട്ടത്. ആ സമയത്ത് വസൂരി പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. അമ്മയ്ക്കും വസൂരി വന്നു. അപ്പോൾ അങ്ങനെ വസൂരി വന്നു കഴിഞ്ഞാൽ ചെയ്യാറുള്ളത് ദൂരെ ഒരു കുടിലിൽ കെട്ടി അവിടെ അങ്ങ് മാറ്റിയിരുത്തും. അവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടിലോടുകൂടി കത്തിച്ച് ചാമ്പലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങ് ദൂരെ അമ്മയ്ക്ക് വസൂരി വന്നപ്പോൾ ഇങ്ങനെ കുടിലിൽ മാറ്റി നിർത്തിയപ്പോൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന വി എസ് ഉണ്ടായിരുന്നു. അത് ആ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ അറിയാതെ കണ്ണുനീർ വരും. പിന്നീട് 11-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെടുന്ന ഒരു ബാലൻ. ഒരുപക്ഷെ അവിടെ നിന്ന് പാകപ്പെട്ട് തുടങ്ങിയതായിരിക്കുമല്ലേ വി എസ് എന്ന നേതാവ്? അതെ, ജീവിതം മുഴുവൻ ഒരു പോരാട്ടം നടത്തുന്ന ഒരു മനുഷ്യൻ. ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ച പോലെ പലതരത്തിലുള്ള കാരണങ്ങൾ. ഇപ്പോൾ ഒരാളോടുള്ള ഒരു സംവിധാനത്തിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളത്, നമ്മൾ ആ സംവിധാനത്തെ വിശ്വസിക്കുമ്പോൾ ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടാതിരിക്കുമ്പോഴാണ് ആ വിശ്വാസം നഷ്ടപ്പെടുന്നത്. വി എസിന് സ്വാഭാവികമായിട്ടും ആ ദൈവത്തിനോടുള്ള വിശ്വാസം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ദിവ്യ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിന് നഷ്ടപ്പെട്ടു പോയ അച്ഛനും അമ്മയും ഉണ്ട്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടമാകുന്നുണ്ട്. അവിടെയും വി എസ് എന്ന മനുഷ്യൻ അവിടെ ഏതെങ്കിലും തരത്തിൽ വീണു പോകുന്നില്ല. ഹസ്ബൻഡ് കമ്പനിയിൽ പോകുന്നുണ്ട്, കയർ തൊഴിലാളിയായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണപിള്ളയുടെ നിർബന്ധപ്രകാരം പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്, പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. പിന്നീട് പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് വി എസിൻ്റെ വേലിക്കകത്ത് വീട്ടിൽ, ഇപ്പോൾ വി എസിൻ്റെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ വി എസ് ജനിച്ച വീടിൻ്റെ പേര് വേലിക്കകത്തെന്നല്ല. വി എസ് ജനിച്ച വീടിൻ്റെ പേര് വെന്തലത്തറ എന്നാണ്. വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ശങ്കരൻ്റെ മകൻ വെന്തലത്തറ കുടുംബത്തിലാണ് ജനിക്കുന്നത്. പക്ഷെ പിന്നീടാണ് വി എസിൻ്റെ വേലിക്കകത്ത് വീട് ഉണ്ടാകുന്നത്. അന്ന് പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് അവിടെ വാരിക്കുന്നം, അന്ന് ദിവാൻ്റെ സമരത്തെ നേരിടാൻ വേണ്ടി വലിയ ആയുധങ്ങളൊന്നുമില്ല. ഈ സമരം നടത്തുന്ന ആൾക്കാർക്ക് അത് നേരിടാൻ വേണ്ടി ആയുധങ്ങളൊന്നുമില്ല. അങ്ങനെ വേലിക്കകത്ത് വീട്ടിലാണ്, വി എസ് അച്യുതാനന്ദൻ്റെ വേലിക്കകത്ത് വീട്ടിലാണ് ഈ വാരിക്കുന്നം ഉണ്ടാക്കുന്നു. വി എസിനെ സമരത്തിന് വേണ്ടി നിയോഗിക്കുന്നു. സമരത്തിന് വേണ്ടി നിയോഗിച്ച് ആ സമയത്ത് ദിവാൻ്റെ പോലീസ് സംഘം എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം വി എസ് അച്യുതാനന്ദൻ ഒളിവിൽ പോകുന്നുണ്ട്. പാലയിൽ ഒളിവിൽ കഴിയുന്ന സമയമുണ്ട് വി എസ് അച്യുതാനന്ദന്. ഒളിവിൽ കഴിഞ്ഞ് വി എസിനെ ആരും ഒറ്റിക്കൊടുത്ത് ദിവാൻ്റെ പോലീസ് സംഘം വി എസിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ബയണറ്റ് കുത്തിയിറക്കുന്നു. ബയണറ്റ് എന്ന് പറയുമ്പോൾ ഈ തോക്കിൻ്റെ മുമ്പിൽ ഒരു കത്തി പോലൊരു സാധനമുണ്ട്. നമ്മൾ പഴയ സിനിമയിലൊക്കെ ദിവ്യ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. അത് കാലിൻ്റെ പാദത്തിൽ കുത്തിയിറക്കുന്നുണ്ട്. അങ്ങനെ കുത്തിയിറക്കി വി എസിനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് വി എസ് മരിച്ചു എന്ന് കരുതിയിട്ട് വി എസിൻ്റെ മൃതദേഹം എവിടെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. അന്ന് മോഷണക്കുറ്റത്തിന് അറസ്റ്റിലായ കോലപ്പൻ, ഇപ്പോൾ ദിവ്യ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കോലപ്പനെ കുറിച്ച്, കോലപ്പനെ സഹായത്തിന് വേണ്ടി കൊണ്ടുവരുന്നു. അങ്ങനെ ജീപ്പിൻ്റെ ബാക്കിൽ വി എസിൻ്റെ ഈ ശരീരമിട്ട് കൊണ്ടുപോയി കളയാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കോലപ്പൻ പറയുന്നു വി എസിന് ജീവനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വി എസിനെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ പോലീസുകാർ രക്ഷപ്പെടുന്നു. ആ പോരാട്ട വീര്യം, ആ സമയത്ത് നടത്തിയ ആ പോരാട്ട വീര്യം ആ മനുഷ്യൻ SUT ആശുപത്രി ഏതാണ്ട് 102-ാമത്തെ വയസ്സിൽ നടത്തിയിട്ടുണ്ട്. 2019 മുതൽ ഏതാണ്ട് ഈ സമയം വരെ വി എസ് പുറത്തിറങ്ങിയിട്ടില്ല. അതിന് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ 102-ാമത്തെ വയസ്സിൽ ഹൃദയാഘാതമുണ്ടായി ആശുപത്രി കൊണ്ടുപോയ മനുഷ്യൻ വിവിധ സമയങ്ങളിൽ പലതരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു. ഇടയ്ക്ക് വി എസ് ഒന്ന് ശ്വസിക്കും, ഡയാലിസിസ് കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇടയ്ക്ക് വി എസ് സ്വയം ശ്വസിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സ്വഭാവം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹം നേടിയെടുത്ത, ഈ രാഷ്ട്രീയ ജീവിതത്തിൽ നേടിയെടുത്ത ഒരു പോരാട്ടത്തിൻ്റെ സ്വഭാവമാണ്. അദ്ദേഹം ജീവിതത്തിൽ മാത്രമല്ല പോരാടിയിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്കുള്ളിൽ പോരാടിയിട്ടുണ്ട്. പാർട്ടിയിലെ ഒരു വിമത സ്വരം എന്നൊക്കെ പറയാം. വി എസ് അച്യുതാനന്ദൻ എന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയം പാർട്ടിയിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാർക്കും തോന്നിയ പല ഘട്ടങ്ങളും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ജനപ്രീതിയെക്കുറിച്ച് പറഞ്ഞാൽ അത് നേരിട്ട് കണ്ട് അനുഭവിക്കണം. ദിവ്യ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ
ഞാൻ നേരിട്ട് എനിക്ക് അനുഭവമുണ്ട്. വി എസ് അച്യുതാനന്ദൻ എന്ന ആൾ ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരവം ഉണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ ഒരു വിഷ്വലുണ്ട്. വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട് വടകരയോ എന്തോ ഒരു പരിപാടിക്ക് വരുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ, ഇത് ഷിതയാണെന്ന് തോന്നുന്നു ആ വിഷ്വൽ, അന്ന് റിപ്പോർട്ട് ചെയ്ത് ഷിതയാണെന്ന് തോന്നുന്നു. ആ വിഷ്വൽ നമ്മളെ ലൈബ്രറിയിൽ ഇപ്പോഴും ഉണ്ട്. തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് വി എസിനെ കാണാൻ വേണ്ടിയിരിക്കുന്ന വലിയ ഒരു വൈഡ് വിഷ്വൽ, തെങ്ങിൻ്റെ മുകളിൽ വി എസിനെ കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിഷ്വൽ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. ആ വിഷ്വൽ എടുത്താൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അത് വി എസ് ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് വന്നിറങ്ങുമ്പോൾ അതൊരു ഒരു വല്ലാത്ത ഓളമാണ്. അത് നമുക്കത് നേരിട്ട് കണ്ടത് ഫീൽ ചെയ്യണം. ഈ കണ്ണേ കരളെ മുദ്രാവാക്യം നമ്മളിങ്ങനെ പറയുന്നതിനപ്പുറം അത് അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അയാളുടെ ഒരു ജനപ്രീതിയുടെ ഒരു ഫീല് അത് ചെറുതല്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ നവകേരള മാർച്ചാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ബക്കറ്റിലുള്ള പ്രസംഗം പിണറായി വിജയൻ്റെ ശംഖുമുഖത്ത് നടക്കുന്ന സമയം, ബക്കറ്റിലുള്ള പ്രസംഗം നടക്കുന്ന സമയത്ത് ശംഖുമുഖത്ത് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അത് മാധ്യമപ്രവർത്തനമായിട്ടല്ല, അല്ലാതെ പരിപാടി കാണാൻ വേണ്ടി പോയതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ വി എസ് വരുമോ ഇല്ലയോ എന്നുള്ള വലിയ സംശയങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന സമയം. അപ്പോൾ പിണറായി വിജയൻ ആദ്യം അധ്യക്ഷ പ്രസംഗം നടക്കുന്നു, പിന്നീട് വിവിധ നേതാക്കന്മാർ സംസാരിക്കുന്നു. അപ്പോൾ വി എസ് ഈ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ, പ്രതിപക്ഷ നേതാവാണോ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് തന്നെ വി എസ് വരുന്ന സമയത്ത് ഒരു അവിടുത്തെ ഒരു സുരക്ഷയും, പിന്നീട് ഈ പൈലറ്റ് വാഹനം വരുമ്പോഴൊരു ഹോണും ഒക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുന്ന സമയത്ത് ശംഖുമുഖം കടപ്പുറത്തുണ്ടായിരുന്ന ഒരു 10,000-കണക്കിന് ജനങ്ങളുണ്ട്. അവരിങ്ങനെ തിളച്ചങ്ങ് മറിയുന്നുണ്ട്. തിളച്ച് മറിഞ്ഞിട്ട് വി എസ് ഇങ്ങനെ വന്ന് ഇറങ്ങി സ്റ്റേജിലേക്ക് കയറുന്നൊരു സമയമുണ്ട്. അത് സത്യത്തിൽ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ, അവിടെ നിന്ന ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ വി എസിനെ കണ്ണേ കരളയെന്നും പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് വി എസിനെ ഇത് ചെയ്യുന്ന ഒരു വി എസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നാണ് പ്രസിദ്ധമായ പിണറായി വിജയൻ്റെ ബക്കറ്റിലുള്ള പ്രസംഗം ഉണ്ടാകുന്നത്. വി എസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ വി എസിൻ്റെ വി എസ് ചിരിക്കുന്നത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണെന്ന് തോന്നുന്നു. വി എസിൻ്റെ പ്രസിദ്ധമായ ചിരി, കന്റോൺമെൻറ്റ് ഹൗസിൽ വെച്ചിട്ടുള്ള ചിരി 2009 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വലിയ പരാജയം ഉണ്ടാകുന്നു. അന്ന് അത് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് വി എസ് അച്യുതാനന്ദൻ ആയിരുന്നില്ല. അതിന് വി എസ് തിരിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യം പറഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്ത് ആണ് വിനോദ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ് ചോദിക്കുന്നത്, വി എസ് എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ പൊട്ടിച്ചിരിക്കുന്ന പ്രസിദ്ധമായ വി എസിൻ്റെ ഒരു ചിരിയുണ്ട്. അത് വി എസിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ വേറൊരു കൗതുകമാണ്. പിന്നീട് പിയാടി ഹാളിൽ ഈ മാധ്യമപ്രവർത്തകർക്കിടയിൽ പറയുന്നൊരു സംഭവമുണ്ട്. വി എസ് അച്യുതാനന്ദൻ പത്രസമ്മേളനം നടന്നത്, ഇപ്പോഴാണ് പ്രത്യേക സ്ഥലമൊക്കെ ആയത്. നേരത്തെ പിയാടി ഹാളിലായിരുന്നു പത്രസമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രിയായ സമയത്ത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നത് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഈ വിവാദ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് അവിടുന്ന് വി എസ് ഇറങ്ങി നടന്ന് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ജസ്റ്റ് ഇറങ്ങുന്ന സ്ഥലമുണ്ട്, കസേര അവസാനിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് അവിടെ എത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മറുപടി പറയും. അതൊരു വിവാദമൂല എന്നാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യഘട്ടങ്ങളൊന്നും ഇത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ അവിടെ എത്തുമ്പോൾ ഓഡിയോയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം മൈക്ക് ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. വി എസ് ഇങ്ങനെ പറയുന്നതിനകത്ത് ക്യാമറയിൽ ഓഡിയോ മാത്രമേ കിട്ടൂ എന്നുള്ളത് കൊണ്ട് അവസാനഘട്ട സമയങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമുണ്ട്, അവിടെ ഒരു ലേപ്പലോ ഒരു മൈക്കോ കൊണ്ടുവെക്കും. കാരണം വി എസ് അച്യുതാനന്ദൻ പറയുന്നത് അത് കിട്ടാൻ വേണ്ടി അങ്ങനെ വെക്കും എന്നുള്ള സംഭവം കൂടി